ദിക്കുമുണ്ട്, വിധിക്കുമുണ്ട്. അപ്പോൾ നമുക്ക് ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും ഈ ഒരു വ്യത്യാസം തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഈ ഒരു വ്യത്യാസത്തെ നമ്മൾ തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ചെയ്യുന്നതെല്ലാം പാഴാകും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ദിക്കിനെ നമ്മൾ കറക്റ്റായിട്ട് നോക്കുന്നത് കറക്റ്റ് കോമ്പസ് വെച്ചിട്ട് കറക്റ്റ് ചെയ്യണം. അപ്പം നമ്മൾ സൂര്യനെ വെച്ചിട്ട് തന്നെ എല്ലാം കറക്റ്റ് ചെയ്യുമ്പോൾ എല്ലാം എപ്പോഴും അത് ശരിയായിക്കണമെന്നില്ല. ചില ഘട്ടങ്ങളിൽ ഈസ്റ്റ് എന്നുള്ളത് ചിലപ്പോൾ സൗത്ത് ഈസ്റ്റിലായിരിക്കും സൂര്യൻ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സൗത്ത് ഈസ്റ്റ് നോക്കിയിട്ട് ഇത് ഈസ്റ്റ് ആണെന്ന് പറഞ്ഞ് കണക്കാക്കിയിട്ട് നമുക്ക് അതിനെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു കോമ്പസ്, ഒരു മാഗ്നറ്റിക് കോമ്പസിന്റെ സഹായത്തോടു കൂടി ആദ്യം ആ വസ്തു എങ്ങോട്ടാണ് ഫേസ് ചെയ്യുന്നതെന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു കണക്ക് നമുക്ക് ഉണ്ടായിരിക്കണം. കിഴക്കെന്ന് പറഞ്ഞെടുക്കുന്ന ചില വസ്തുക്കൾ അത് തെക്ക് കിഴക്കോ വടക്ക് കിഴക്കോ ആയിരിക്കാം. നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. ഇത് ഒരു വീടാണെന്ന് കരുതുക. വീടിന്റെ റൂമുകളും കാര്യങ്ങളും ഒന്നും ഞാൻ വരച്ചിട്ടില്ല. എന്നിട്ട് ഇത് ഫ്രണ്ടിൽ ഇങ്ങനെയാണ് റോഡ് കിടക്കുന്നത്. അപ്പം ഈ വസ്തുവിൽ നിന്ന് നമ്മൾ റോഡിലേക്ക് നോക്കുകയാണ്. റോഡിലേക്ക് നോക്കുമ്പോൾ അതിൽ ഡിഗ്രി നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു 35 ഡിഗ്രി ആണെന്ന് കരുതുക. 35 ഡിഗ്രിയിലാണ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 22.5 മുതൽ 67.5 വരെയുള്ള 45 ഡിഗ്രി എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റിന്റെ ഡിഗ്രിയാണ്. അപ്പോൾ ഈ 35 എന്ന് പറയുന്ന ഏത് ഡിഗ്രിയാണ്? നോർത്ത് ഈസ്റ്റ് ആണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വീട് നോർത്ത് ഈസ്റ്റിലേക്കാണ് ഫേസ് ചെയ്യുന്നത്. അപ്പം ഇതിന്റെ ഈസ്റ്റ് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കോർണറിലാണ് ഈസ്റ്റ് വരുന്നത്. അപ്പൊ ഇതിന്റെ സൗത്ത് ഈസ്റ്റ് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ സെന്ററിലാണ് വരുന്നത്. സൗത്ത് ഈ കോർണറിൽ വരും. അപ്പോൾ ഇതിന്റെ തെക്കു പടിഞ്ഞാറ് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർത്ത് ഈസ്റ്റിന്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന 45 ഡിഗ്രിയാണ് സൗത്ത് വെസ്റ്റ് വരുന്നത്. അപ്പം ഈ ദിക്കിനെ മനസ്സിലാക്കാതെ നമ്മൾ ഇവിടെ പലരും ചെയ്തു വരുന്നൊരു തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ നമ്മളൊരു വീട് വെക്കാനായിട്ട് ഒരു പ്ലാൻ എടുക്കുന്നു എന്ന് കരുതുക. അപ്പൊ ഈ വീട്ടിൽ ഈ വസ്തുവിൽ ഒരു വീട് വെക്കുന്നു. ഇപ്പൊ നിങ്ങൾ ഇത് കിഴക്കെന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നിങ്ങൾ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ഇവിടെ തെക്ക് പടിഞ്ഞാറ് ഒരു മാസ്റ്റർ ബെഡ്റൂം ഇവിടെ അങ്ങ് പണിയും. ഒരു മാസ്റ്റർ ബെഡ്റൂം തെക്ക് പടിഞ്ഞാറ് പണിയും. അടുത്ത നമുക്ക് ഇവിടെ എന്ത് വേണം? ഒരു ടോയ്ലറ്റ് വേണം. അത് നമ്മൾ ഇവിടെ ഇങ്ങനെ അങ്ങ് പണിയും. അപ്പം ഇത് ഒരു ഡ്രസ്സിങ് ഏരിയയും ഇത് ടോയ്ലറ്റുമാണ്. ഇത് അതിലേക്കുള്ള ഡോറ്, ഇത് ഇതിലേക്കുള്ളത്, ഇത് ഇതിലേക്കുള്ളത്. ഇങ്ങനെ നമ്മൾ ഒരു മാസ്റ്റർ ബെഡ്റൂം പണിയും. ഇവിടെ നമുക്ക് സംഭവിച്ച തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്ന 45 ഡിഗ്രിക്കകത്ത് നമുക്ക് എന്ത് സംഭവിച്ചു? സൗത്ത് വെസ്റ്റിൽ ടോയ്ലറ്റ് കയറി. ഒരു ദിക്കിന്റെ കന്നിയിൽ ടോയ്ലറ്റ് വന്നാൽ എന്തൊക്കെ ദോഷങ്ങൾ ഉണ്ടാവോ അതേ ദോഷങ്ങളെല്ലാം ഇവിടെ ഈ ടോയ്ലറ്റ് മൂലവും നമുക്കുണ്ടാവും. നമ്മൾ ഈ തെറ്റ് അറിഞ്ഞിട്ടില്ല. ഒരുപാട് വീടുകൾ നമ്മൾ കൺസൾട്ട് ചെയ്തപ്പോഴത്തേക്ക് നിങ്ങളുടെ കന്നിയിലാണല്ലോ ടോയ്ലറ്റ് നിൽക്കുന്നതെന്ന് വെച്ചാൽ, അല്ല സാറേ കന്നിയിലല്ലേ, കന്നി താണ്ട് ഇതല്ലേ. ഇത് യഥാർത്ഥത്തിൽ അവർക്ക് തെക്കോ അല്ലെങ്കിൽ പടിഞ്ഞാറോ ആയിരിക്കും. അതാ വീടിന്റെ ഡിഗ്രി ബേസ്. ഈ വീടുകളിലാണെങ്കിൽ ഇത് അവരുടെ തെക്കാണ്. അവർ കരുതിയിരിക്കുന്നത് എന്താണെന്നാണ്? ഇത് തെക്ക് പടിഞ്ഞാറെന്നാണ് കരുതിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചെന്താണ്? ഇതാണ് തെക്ക് പടിഞ്ഞാറ്, ഇത് തെക്ക് വശവും. അപ്പോൾ ഈ തെക്ക് പടിഞ്ഞാറ് ടോയ്ലറ്റ് വരാൻ പാടില്ല. അപ്പോൾ ഒരു കാരണവശാലും ഈ ദിക്ക് തിരിഞ്ഞിരിക്കുന്ന വീടിൽ ഓരോ 45 ഡിഗ്രിയെയും വളരെ സൂക്ഷ്മമായി പരിശോധിച്ച് എവിടം മുതൽ എവിടം വരെ ഉണ്ടെന്ന് മനസ്സിലാക്കി ആ ദിക്കിൽ തെക്ക് കിഴക്കിലോ വടക്ക് കിഴക്കിലോ തെക്ക് പടിഞ്ഞാറിലോ നിങ്ങളുടെ ടോയ്ലറ്റ് ഒഴിവാക്കിയിരിക്കണം. ഒഴിവാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഈ ദിക്കിൽ ടോയ്ലറ്റ് വന്നാൽ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും അതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാവും. അപ്പൊ നമുക്ക് ഒരു ഫംഗ്ഷൻ കൺസൾട്ടന് ഇത് ഈ ഓരോ 45 ഡിഗ്രിയും എവിടെ തുടങ്ങി എവിടെ അവസാനിക്കുന്നു എന്നത് വളരെ വ്യക്തമായിട്ട് മാർക്ക് ചെയ്ത് തരാനായിട്ട് സാധിക്കും. ആ 45 ഡിഗ്രിക്ക് അകത്ത് ഈ പറയപ്പെടുന്ന ടോയ്ലറ്റുകൾ വരാൻ പാടില്ല. അതുപോലെ തന്നെ ഇതിന്റെ ഫ്ലൈങ് സ്റ്റാർ കണക്കുകളും വ്യത്യാസപ്പെട്ടിരിക്കും. ആ ഫ്ലൈങ് സ്റ്റാർ കണക്ക് അനുസരിച്ചിട്ട് നല്ല സ്റ്റാർ ഇവിടെ നമ്മൾ ഉച്ചനീച്ചങ്ങൾ നോക്കി പോകുമ്പോൾ ഒരുപക്ഷെ നമുക്ക് തെറ്റാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഫ്ലൈങ് സ്റ്റാർ നമ്പറുകളെയും കൂടെ പരിഗണിച്ചുകൊണ്ട് മാത്രം ഇതിന്റെ പ്രധാന ഡോറുകൾ പണിയേണ്ടതാണ്. ആ രീതിയിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇത്തരം വീടുകളിൽ ഉണ്ടായിരിക്കും. ഇത് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു സബ്ജക്റ്റ് അല്ല. പക്ഷേ ഇത് ഇത്തരത്തിലുള്ള ആയിരക്കണക്കിന് വീടുകളുണ്ട്. ഇതിൽ ഒരുപാട് പ്രോസ്പെരിറ്റി തരുന്ന വീടുകളുമുണ്ട്, അതല്ല ദൗർഭാഗ്യങ്ങൾ തരുന്ന വീടുകളുമുണ്ട്. അത് ഓരോ വീടിന്റെയും ഫ്ലൈങ് സ്റ്റാറിന്റെയും ഈ ദിക്കുകളെയും ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. എല്ലാവർക്കും അത് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് കുറച്ച് ടൂൾസുകളിലേക്ക് പോകാം. ഒരു വീടിന്റെ പ്രധാന ഡോറിന്റെ മുകളിലായിട്ട് നമുക്ക് ബാക്കോ മിറർ വയ്ക്കാം. 8 ദിക്കുകളും അതിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ബാക്കോ മിറർ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ അതിന്റെ 2 സൈഡുകളിലായിട്ട് നമുക്ക് ഫ്യൂഡോക്സ് വയ്ക്കാം. ലെഫ്റ്റിലും റൈറ്റിലും ഓരോ ഫ്യൂഡോക്സ് സിമ്പിൾസ് വയ്ക്കാം. തൊഴിൽപരമായിട്ടുള്ള അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് നമുക്ക് നോർത്തിൽ അരോന മത്സ്യത്തെ വയ്ക്കാം.
തെക്കു പടിഞ്ഞാറിന്റെ ദോഷത്തിന് പരിഹാരമായിട്ട് സൗത്ത് വെസ്റ്റ്, ലിവിംഗ് റൂമിന്റെ സൗത്ത് വെസ്റ്റിലോ ബെഡ്റൂമിന്റെ സൗത്ത് വെസ്റ്റിലോ നമുക്ക് ക്രിസ്റ്റൽ പിരമിഡ് വെക്കാം. അതുപോലെ നമ്മളിലേക്ക് വെൽത്തിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സിട്രിന്റെ സ്റ്റോണുകൾ നമുക്ക് ക്യാഷ് ബോക്സിൽ വെക്കാം. അതുപോലെ വെക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ചൈനീസ് കോയിൻസ് ആണ്. അതുപോലെ നമുക്ക് വെക്കാം എന്താണ്, കുബേര കോയിൻസ് ഉണ്ട്. കുബേര കോയിൻസ്, ഇത് കുബേർ കോയിൻസ് ആണ്, കുബേര കോയിൻസ് ആണ്. ഇത് നമുക്ക് ക്യാഷ് ബോക്സിൽ പേഴ്സിലൊക്കെ സൂക്ഷിക്കാവുന്നതാണ്. അതുപോലെ നമുക്ക് വെക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ഗോമതി ചക്രമാണ്. അപ്പോൾ ഇതിലത്തിൽ 11 ഗോമതി ചക്രങ്ങൾ ഒരു മഞ്ഞ പട്ടിൽ പൊതിഞ്ഞ് നമ്മുടെ ക്യാഷ് ബോക്സിൽ വെക്കുന്നതും ധനാഭിവൃദ്ധിക്ക് നല്ലൊരു ടൂളായി ചൈനീസ് വാസ്തുകലയായ ഫെങ്ഷുയിൽ കണക്കാക്കുന്നുണ്ട്. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.